കേരളത്തിന് ഡിഗ്നിറ്റി എന്ന് പറയുന്ന ഒന്നില്ല, ഇന്ത്യക്കാണ് ഡിഗ്നിറ്റി എന്ന് പറയുന്ന തരത്തിൽ ഒരു വാദം അവർ മുന്നിലേക്ക് വെക്കുകയുണ്ടായി. കോടതി മുറി ആയത് കാരണമാണ്. അത് പബ്ലിക് സ്പേസിലാണെങ്കിൽ അടി വാങ്ങിയാനേ, ഞാനല്ല ആരെങ്കിലുമൊക്കെ വന്നിരിച്ചാൽ. കാരണം മലയാളിക്ക് മലയാളിയായിട്ടുള്ള ഡിഗ്നിറ്റി ഉണ്ട്, ഒരു റെപ്യൂട്ടേഷൻ ഉണ്ട്, ഒരു സ്പേസ് ഉണ്ട്. നമ്മൾ വിദേശത്തൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ കൂടുതൽ വെയിറ്റിംഗ് കിട്ടും അപ്പോയിൻമെൻ്റ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ. മലയാളിക്ക് മലയാളിയായിട്ടുള്ള പ്രിവിലേജ് ഉണ്ട് എല്ലാ രാജ്യത്തും. മലയാളി ഉള്ള രാജ്യത്തൊക്കെ മലയാളിക്ക് മലയാളിയായിട്ടുള്ള ഒരു പ്രിവിലേജ് ഉണ്ട്. നമ്മൾ പലപ്പോഴും മീറ്റിങ്സിനൊക്കെ നമ്മൾ സമയം കിട്ടാത്ത സമയത്തൊക്കെ ചില സമയത്ത് നമ്മൾ ദുബായിൽ ജനിച്ച മലയാളി ലൈനൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. ഞാൻ മാത്രമല്ല, പലരും എടുക്കാറുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ലൈക്ക് ഹീസ് ഓൾസോ എ ട്രേഡർ, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ട്രേഡർ. അപ്പോൾ ദുബായ് ബേസ്ഡ് ട്രേഡറാണ്. ഹീസ് ഇൻ ടു പെർഫ്യൂം ബിസിനസ്. അപ്പോൾ പുള്ളിയൊക്കെ എടുക്കുന്ന ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കൻ ബോൺ മലയാളി. കാരണം പല സമയത്തും ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കാം അല്ലെങ്കിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാൾ എന്ന രീതിയിലേക്കുള്ള പ്രശ്നങ്ങൾ ഇന്ന് യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം ബ്ലെയിം നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും മലയാളികളെല്ലാം മലയാളികളായിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനും അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടാനും അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, നമുക്ക് കിട്ടേണ്ട ഒരു പ്രിവിലേജ് കിട്ടാറുണ്ട്. എന്തുകൊണ്ടാണ് മലയാളിക്ക് അങ്ങനെ ഒരു പ്രിവിലേജ് കിട്ടുന്നതാണ് വിശ്വസിക്കുന്നത്? അത് നമ്മളുടെ മുമ്പ് അല്ലെങ്കിൽ നമ്മൾക്ക് മുമ്പ് അവിടെ താമസിച്ച ജീവിച്ച മനുഷ്യർ നമുക്ക് തന്ന ഒരു സാധനമാണ്, അല്ലെങ്കിൽ വാങ്ങി തന്നൊരു സാധനമാണ്. അതൊരു ദിവസം ചുമ്മാ തന്നതൊന്നും അല്ല. അവർ കഷ്ടപ്പെട്ട് അവിടെ പണിയെടുത്ത് അവരൊരു മലയാളി ഐഡൻറ്റിറ്റി അവർ ക്രിയേറ്റ് ചെയ്ത് അവർക്ക് കിട്ടിയിരുന്ന ആ ഒരു എന്താ പറയുക റെസ്പെക്റ്റ്, ബീങ് എ മലയാളി നമ്മൾക്കും കിട്ടുന്നു. കേരള അല്ലെങ്കിൽ മലയാളി എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി ഈസ് വെരി ഫേമസ്. അത് ടൂറിസമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം, ചിലപ്പോൾ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം, അല്ലെങ്കിൽ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം, അല്ലെങ്കിൽ IT ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കാം, അല്ലെങ്കിൽ സ്പൈസസ് ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കാം, അല്ലെങ്കിൽ ട്രേഡിങ്, വേറെ ഏതെങ്കിലും ട്രേഡിങ് ആക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കാം. ഇങ്ങനെയൊക്കെയാണ് മലയാളീനെയും അല്ലെങ്കിൽ കേരളത്തിനെയും പലരും കണക്ട് ചെയ്യുന്നത്. അല്ലാതെ ഇതേപോലത്തെ ഒരു പ്രൊപ്പഗാൻഡ സ്റ്റോറി വെച്ച് കണക്ട് ചെയ്യപ്പെടാൻ രീതിയിലേക്കുള്ള പ്ലേസ്മെന്റിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇടക്കിടക്ക് വന്നിട്ട് എല്ലാവരും മറ്റേ നോർത്തിലെ ടീമുകളൊക്കെ വന്നിട്ട് താങ്ങിയിട്ട് പോണേ. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന മലയാളം സംസാരിക്കുന്ന വേറെ കുറേ മൂട് താങ്ങികളുണ്ട് ഇന്ന് കേരളത്തിൽ.